മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുന്നത്. കൃഷിക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് കാട്ടുപന്നിയുടെ ആക്രമണം. നമ്മൾ കപ്പ, അതുപോലെ കിഴങ്ങുവർഗ്ഗ വിളകളെല്ലാം, കിഴങ്ങുവർഗ്ഗ വിളകൾ മാത്രമല്ല എല്ലാ കൃഷികളും ഇന്ന് കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല പുരയിടങ്ങളും കാട് കയറി വെറുതെ കിടക്കുക. കാരണം ചെയ്തുകൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് ആരും ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലെ കാട്ടുപന്നികളെ നമുക്ക് കൊല്ലാൻ നിയമമില്ല, അത് കൊന്നാൽ ഭയങ്കര കുറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ഇതെന്തോ ചെയ്താലും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മൾ സഹിക്കുക, കഷ്ടനഷ്ടങ്ങൾ നമ്മൾ സഹിക്കുക എന്നുള്ളേ ഉള്ളൂ. എന്നാൽ നമുക്കതിനെ ഒന്നും ചെയ്യാതെ തന്നെ ആ കിഴങ്ങ് വർഗ്ഗ വിളയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മൾ നടുന്ന വിളയോടൊപ്പം തന്നെ മറ്റൊരു ഔഷധ സസ്യം കൂടി നട്ടുപിടിപ്പിച്ചാൽ ഈ പന്നി ആ ഏരിയയിൽ വരത്തില്ല. അതുപോലെ കിഴങ്ങ് വിളകൾ നശിപ്പിക്കുന്ന എലികളും വരത്തില്ല. അതിൻ്റെ പേരാണ് ചെത്തിക്കുടിവേലി. പ്രിയ സുഹൃത്തുക്കളെ, ഞാനും പന്നിയുടെ ശല്യം കൊണ്ട് വളരെയധികം പൊറുതിമുട്ടിയ ഒരു സന്ദർഭത്തിലാണ് ചെത്തിക്കുടിവേലിയെപ്പറ്റി അറിയാനിടയായതും അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതും. തീർച്ചയായിട്ടും അത് പൂർണ്ണ വിജയമായിരുന്നു. അപ്പോൾ ചെത്തിക്കുടിവേലിയെപ്പറ്റി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടാം. ആയുർവേദത്തിൽ വളരെ പുരാതന കാലം മുതൽ തന്നെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് തെറ്റിക്കൊടിവേലി. അപ്പോൾ ഈ കൊടുവേലി എന്ന് പറയുമ്പോൾ 3 ഇനത്തിലുണ്ട്. തെറ്റിക്കൊടിവേലിയുണ്ട്, നീലക്കൊടുവേലിയുണ്ട്, അതുപോലെ തന്നെ വെള്ളക്കൊടുവേലിയുണ്ട്. അപ്പോൾ തെറ്റിക്കൊടുവേലിയുടെ പൂക്കൾ ചുവന്ന പൂക്കളാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് വലിയ ഉയരമൊന്നും വെക്കത്തില്ല. ഇത് നിങ്ങൾ നോക്കിയാട്ടോ, ഇത് ഉയരമൊന്നുമില്ല. ഇത് ഞാൻ കവറിൽ വേര് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, നമ്മുടെ ത്വക്ക് രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു പച്ചമരുന്ന് കൂടിയാണ് ഈ ചെത്തിക്കൊടിവേലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ നടിയിൽ ഞാൻ പറഞ്ഞു കമ്പ് നട്ടാണ്. കമ്പെന്ന് പറയുമ്പോൾ നമുക്കൊരു 7 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ നീളത്തിൽ മുറിച്ചെടുത്ത് കമ്പ് നട്ടാണ് നമ്മൾ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ കമ്പ് നടുവെന്ന് പറയുമ്പോൾ വെള്ളം കോരാൻ സൗകര്യമില്ലെങ്കിൽ മഴയുടെ ആരംഭത്തോടുകൂടി നടന്നത്. വേര് പിടിപ്പിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. വേര് പിടിപ്പിച്ച് നമുക്ക് നട്ട് വെള്ളം കോരിയാൽ നോക്കും. അപ്പോൾ ചീനിയും ചേനയും കാച്ചിലും ഒക്കെ നടന്നുണ്ടെങ്കിൽ അതിന് ചുവട്ടിലായിട്ട് ഇതൊരെണ്ണം നട്ട് പിടിപ്പിക്കുന്നതാണ് ഉത്തമം. പിന്നെ ഇത് തന്നെ കൃഷി ചെയ്യണമെങ്കിൽ, ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഈ തെങ്ങിൻ തോട്ടമുള്ളവർക്കും റബ്ബറിൻ തോട്ടമുള്ളവർക്കും, റബ്ബറിനൊക്കെ ഇപ്പോൾ വലിയ നഷ്ടങ്ങളാണ്. കാരണം വെട്ടുകൂലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റബ്ബറിൽ നിന്നും ഒന്നും കിട്ടാനില്ല. അത്തരക്കാർക്ക് റബ്ബറിൻ്റെ ഇടയിൽ ഇത് വെച്ച് പിടിപ്പിക്കാമെങ്കിൽ ഇത് തന്നെ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ട വളം ഒരുപാട് വലിയ വളമൊന്നും കൊടുക്കണം. നമുക്കറിയാം മരുന്നാണ്, ആയുർവേദ പച്ചമരുന്നാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ രാസവളം ഇട്ട് കൊടുക്കരുത്. നമ്മുടെ വേപ്പിനുണ്ടാക്കി ഞാനെല്ലാം ഇടുന്നതിലൂടെ വേപ്പിണ്ണാക്കും, എല്ലുപൊടിയും, അതുപോലെ തന്നെ ചാരവും, പിന്നെ കടലപ്പിണ്ണാക്കും, അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ നമ്മൾ സാധാരണ നമ്മുടെ കൃഷികൾക്ക് ചെയ്യുന്ന വളങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ വിളവെന്ന് പറയുമ്പോൾ 1.5 മാസം കഴിയണം. 1.5 മാസം 2 വർഷത്തിനും ഇടയ്ക്ക്, 1.5 വർഷം, 1.5 മാസമല്ല 1.5 വർഷം, 1.5 വർഷത്തിനും 2 വർഷത്തിനും ഇടയിലാണ് ഇതിൻ്റെ വേരുകൾ ഉണ്ടാകുന്നത്. വേരാണ് ഇതിൻ്റെ ഔഷധ യോഗ്യമായ ഭാഗം. വേര് കിഴങ്ങെന്ന് പറയും. വേരിനേക്കാൾ കുറച്ചുകൂടെ കനമുണ്ട്, അത് കിഴങ്ങെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമുക്ക് മണ്ണിൽ നടുമ്പോഴാണ്, നമ്മൾ നേരിട്ട് മണ്ണിൽ നടുമ്പോഴാണ് ഈ 2 വർഷത്തെ വിളവ് വേണ്ടത്. എന്നാൽ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കൂട്ട് ഇത് വേര് പിടിപ്പിച്ച് നടുവാണെങ്കിൽ 1.5 വർഷം കൊണ്ട് നമുക്ക് വിളവെടുക്കാം. ഇതിന് നല്ല വിപണി സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അപ്പം ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വേരാണ് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. വേര് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ വേരിന് നമ്മുടെ ശരീരത്തെ പൊള്ളിക്കാനുള്ള ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അപ്പം ഇത് കൃഷിയോടൊപ്പം നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും കപ്പയോടൊപ്പമൊക്കെ നമ്മൾ ഇത് നട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ, കപ്പ മാന്തി തിന്നാനായിട്ട് ഈ പന്നി വരുന്നുണ്ടെങ്കിൽ, കപ്പ മാന്തുണ്ടെങ്കിൽ ഇതിൻ്റെ വേരും കൂടി ഈ പന്നി കടിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വായങ്ങ് പഴുത്ത് അത് പിന്നെ ആ വ്രണം കരിയത്തില്ല. അങ്ങനെയാണ് ഈ പന്നി നമ്മുടെ കൃഷിയിടത്തിൽ വരാതിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിൻ്റെ കറയൊന്നും നമ്മുടെ ദേഹത്ത്, നമ്മുടെ കയ്യൊന്നും പറ്റരുത്. കഴിയുമെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും വേണം ഇത് നമ്മൾ എടുക്കാൻ. പിന്നെ നമ്മുടെ ഇതിൻ്റെ വേരിൽ പ്ലംബാജിൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ
ഏം, പമ്പാജിൻ എന്ന് പറയുന്ന ഈ ഘടകമാണ് പമ്പാജിൻ എന്ന് പറയുന്ന ഈ ഘടകമാണ് ഇതിന് ഔഷധ ഗുണം നൽകുന്നതാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇത് സംസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേര് നമ്മളിത് കിളച്ചെടുത്ത് ഇതിൻ്റെ ഈ കിഴങ്ങ് അല്ലെങ്കിൽ വേര് നമ്മുടെ ചുണ്ണാമ്പ് വെള്ളം തയ്യാറാക്കി അതിനകത്ത് അരമണിക്കൂർ ഇട്ടേക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ പൊള്ളലിൻ്റെ ആ വീര്യം അങ്ങ് പോകുന്നത്. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മളിത് എടുത്ത് വിൽക്കാനുമൊക്കെ പാടുള്ളൂ. അപ്പോൾ വിൽക്കാൻ ഒരു പാടുമില്ല, വിപണിയിൽ നല്ല വിലയുണ്ട്. അപ്പം ത്വക്ക് രോഗങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ നാസാരോഗങ്ങൾ, മൂക്കിനകത്തുണ്ടാകുന്ന രോഗങ്ങൾ, രക്തദൂഷ്യം എന്നിവയ്ക്കെല്ലാം പിന്നെ ഇത് മരുന്നാണ്. അതുപോലെ തന്നെ ത്വക്ക് രോഗം ശമിക്കാനുള്ള ചില നമ്മുടെ നമ്മൾ കുളിക്കുന്ന സോപ്പ്, ബാത്തിങ് സോപ്പ്, ആ സോപ്പുകളുടെ നിർമ്മാണത്തിനും ഇതിൻ്റെ വേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഉള്ള ഗുണങ്ങളുണ്ട്. പന്നി ശല്യമാണെന്ന് നമ്മുടെ പല സുഹൃത്തുക്കളും എന്നോട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ അറിഞ്ഞെങ്കിലും ഇത് പഠിച്ചെങ്കിലും ഇത് മനസ്സിലാക്കിയെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കി ഒന്ന് വിജയിച്ചിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് താമസിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കണ്ടുപിടിച്ച് നമ്മൾ ഒന്ന് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കൃഷിയോടൊപ്പം ചെയ്യുകയാണെങ്കിൽ പന്നി നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ പുരയിടത്തിൽ വരത്തില്ല. അതുപോലെ തന്നെ വേലി കെട്ടുന്ന ഭാരിച്ച ചിലവുകളൊന്നും സാധാരണക്കാരെ കൊണ്ട് താങ്ങാനാവത്തില്ല. അതൊക്കെ ഒഴിവാക്കാം. രണ്ടാദായം, ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൊടുവേലിയുടെ ആദായവും കിട്ടും, ഒപ്പം നമ്മൾ നടന്ന കൃഷിയുടെ ആദായം കിട്ടും. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കൃഷി രീതികൾ, കൃഷി കാഴ്ചകൾ, കൃഷിയുടെ അറിവുകൾ ഒക്കെ കാണാനും അത് സമാന ചിന്താഗതിയുള്ളവരിലൊക്കെ എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ, നാളെ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.